നിന്നോട് ഞാൻ പഠിക്കാനല്ലേ പറഞ്ഞേ? ഏത് സമയം ഫോൺ കഷ്ടമാണ് പറയാം. എന്താടാലി, എന്ത് പറ്റി? ഒന്നും പറയണ്ട സാർ, വെക്കേഷൻ തുടങ്ങിയത് തൊട്ട് ഒരു സമാധാനവും ഇല്ല. എന്ത് പറ്റി? ഇളയവനെ കൊണ്ട് ഒരു രക്ഷയും ഇല്ല. ഫുൾ ടൈം ഫോണിലാണ്. പണ്ടൊക്കെ വെക്കേഷൻ ടൈമിന് പാടത്തും പറമ്പിലും ഒക്കെ കളിക്കാൻ പോകുമായിരുന്നു. ഇപ്പം അതും ഇല്ല. 24 മണിക്കൂർ ഫോണിലാണ്. ഒരുമാതിരി അഡിക്ഷൻ പോലെ ആയിപ്പോയി. ഓ, അത്രേ ഉള്ളൂ. ഇത് ഏകദേശം 170% പാരൻസും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ തന്നെയാണ് ഈ കുട്ടികളുടെ മൊബൈൽ അഡിക്ഷൻ എന്ന് പറയുന്നത്. അതിന് കാരണം നമ്മൾ തന്നെയാണ്. നമ്മൾ അവരോടൊപ്പം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല. ഓഫീസിൽ നിന്നൊക്കെ വർക്ക് കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തിയാലും നമ്മൾ മൊബൈൽ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവർ കണ്ട് പഠിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അവർക്കും ഈ മൊബൈൽ യൂസ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം തോന്നുകയും മൊബൈലിന് അഡിക്ഷൻ ആവുകയും ചെയ്യും. ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ സർ? ഈയിടയ്ക്ക് ഞങ്ങളൊരു പേഷ്യൻറ്റിനെ വിസിറ്റ് ചെയ്തിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. കുട്ടിക്ക് ദേഷ്യം, ഉറക്കക്കുറവ്, ക്ലാസ്സിൽ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നില്ല, ആഹാരം കഴിക്കുന്നില്ല, ഇതൊക്കെയാണ് അമ്മ പറഞ്ഞ കംപ്ലയിൻസ്. ഇത് മൊബൈൽ അഡിക്ഷൻ്റെ ഒരു എക്സ്ട്രീം വെർഷനിലേക്ക് കടക്കുന്ന ലക്ഷണങ്ങളായിരുന്നു അന്ന് കണ്ടത്. അവസാനം നമ്മുടെ സൈക്കോളജിസ്റ്റ് വഴി കൗൺസിലിംഗ് ഒക്കെ നടത്തിയാണ് ആ കുട്ടി നോർമലായത്. സയന്റിഫിക്കലി പറയുവാണെങ്കിൽ മൊബൈലിലെ നീല വെളിച്ചം മനുഷ്യന്റെ ഉറക്കത്തിന്റെ ദൈർഘ്യം കുറയ്ക്കുന്നതായി പഠനങ്ങൾ പറയുന്നു. അതുപോലെ ഈ മദ്യം, മയക്കുമരുന്ന്, പുകയില ഉൽപ്പന്നങ്ങൾ ഇവയുടെയൊക്കെ അഡിക്ഷൻ പോലെ തന്നെ ഒരു ഡിജിറ്റൽ അഡിക്ഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് മൊബൈൽ യൂസേജ്. പിന്നെ ഈ മൊബൈൽ കൂടുതലായി യൂസ് ചെയ്യുന്നവരിൽ ഡിപ്രഷൻ, ആൻസൈറ്റി പോലുള്ള ലക്ഷണങ്ങളും കണ്ടുവരുന്നുണ്ട്. നോർമലി ബ്രെയിനിന് ഒരു റെസ്റ്റ് ആവശ്യമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ അഡിക്ഷൻ കാരണം നമുക്ക് ആ റെസ്റ്റ് കിട്ടാതെയും ബ്രെയിൻ ഡിഫറൻ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുകയും ചെയ്യും. ഇതിൻ്റെ പ്രതിവിധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും ഭക്ഷണ സമയത്ത് മൊബൈൽ യൂസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടാതെ മൊബൈലുകൾ ഡെയിലി യൂസേജ് ടൈം സെറ്റ് ചെയ്യാവുന്നതാണ്. ഒറ്റയടിക്ക് ഫോൺ പിടിച്ചു വാങ്ങി മോനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടാതെ ഇൻഡോർ, ഔട്ട്ഡോർ ഗെയിംസിലോ അല്ലെങ്കിൽ കിച്ചൺ വർക്സിലോ ഒക്കെ കൂടുതലായിട്ട് എൻഗേജ് ചെയ്യിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ സോഷ്യൽ ആക്ടിവിറ്റീസിൽ കൂടുതൽ എൻഗേജ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക. അതായത് റീഡിംഗ് ക്ലബ്ബ്, ആർട്സ് ക്ലബ്ബ്, സ്പോർട്സ് ക്ലബ്ബ് ഇതുപോലുള്ള ക്ലബ്ബുകൾ ജോയിൻ ചെയ്യിപ്പിച്ച് അവിടുത്തെ ആക്ടിവിറ്റീസ് കൂടുതൽ എൻകറേജ് ചെയ്യിപ്പിക്കുക. മൊബൈൽ ഫോണിൻ്റെ ദൂഷ്യവശങ്ങൾ അവന് സമാധാനത്തിൽ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. എനിക്ക് പറയാനുള്ളത്, നമ്മൾ തന്നെ റോൾ മോഡലാകുക. നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് കുട്ടികൾ കണ്ടു പഠിക്കുന്നത്.